പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മനോഹരമായ ക്യാമ്പിന് ശേഷം വീണ്ടും നിങ്ങളെ കാണുവാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 1450-ലധികം കുഞ്ഞുങ്ങൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത ആ ക്യാമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുവെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുകയാണല്ലോ. അതിൻ്റെ പുരോഗതി വിലയിരുത്തുവാനായിട്ട് ഒരു ഓൺലൈൻ ടെസ്റ്റ് നവംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച 2 മണി മുതൽ 3 മണി വരെ നടത്തുകയാണ്. എല്ലാ കൂട്ടുകാരും വാട്സപ്പിലൂടെ ലഭിക്കുന്ന ലിങ്കിലൂടെ അവരവരുടെ ക്ലാസ്സുകളുടെ പരീക്ഷകളിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വാർഷിക പരീക്ഷ ജനുവരി മാസം 2-ാമത്തെ ഞായറാഴ്ച നടക്കുകയാണ്. നവംബർ മാസം 30-ന് മുമ്പ് പ്രാദേശിക സഭകളിൽ നിന്ന് രേഖാമൂലം ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അയച്ചു കൊടുക്കുവാനായിട്ട് സൺഡേ സ്കൂൾ സ്റ്റേറ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ, ഹെഡ് മാസ്റ്ററോ ലോക്കൽ സഭയിലെ ശുശ്രൂഷകനോ സ്റ്റേറ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുണ്ട് എന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുവാനായിട്ട് ഉത്സാഹിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നോ? വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ നിങ്ങളെ ഓൺലൈനിലൂടെ കാണുവാന്, നിങ്ങളോട് സംസാരിക്കുവാന്, പഠിപ്പിക്കുവാനൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു. ദൈവവചനങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമാണല്ലോ. എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചോ? എല്ലാവരും ബൈബിൾ വായിച്ചോ? ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചേ കൂട്ടുകാരെ. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഓക്കെ കുഞ്ഞുങ്ങളെ, നാം കഴിഞ്ഞ 4 പാഠത്തിൽ ഒരേ വിഷയങ്ങളാണ് പഠിച്ചില്ലേ? ദാവീദ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് 4 പാഠങ്ങളിൽ പഠിക്കുവാനിടയായി. നാം ഇന്ന് 34-ാമത്തെ പാഠം പഠിക്കുവാൻ വന്നിരിക്കുകയാണ്. 34-ാമത്തെ പാഠം പഠിക്കുമ്പോൾ 34-ഉം 35-ഉം പാഠങ്ങൾ ഏതാണ്ട് ഒരേ വിഷയമാണ് കടന്നു വരുവാനായിട്ടും ഇടയാകുന്നത്. രണ്ടും ഏലിശയുള്ള ബന്ധത്തിലാണ് കടന്നു വരുന്നത്. 34-ാമത്തെ പാഠം പ്രവാചകനാകുന്ന ഏലിശ എന്നാണെങ്കിൽ 35-ാം പാഠം അത്ഭുതങ്ങളുടെ മനുഷ്യനായ ഏലിശ. അങ്ങനെ 2 വിഷയങ്ങളാണ് തുടർന്നുള്ള 2 പാഠങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് പാഠപുസ്തകം പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. 34-ാമത്തെ പാഠപുസ്തകത്തിൽ അവിടെ എലൈജ എന്ന് കാണുന്നുണ്ട്. അത് എലീഷ എന്ന് നിങ്ങളൊന്ന് അത് തിരുത്തേണ്ടതുമാണ്. മറ്റവിടെ തെറ്റുകളില്ല. അവിടെ അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൂടിയാണ്. നിങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ടും ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് പ്രവാചകനാകുന്ന ഏലിശയെക്കുറിച്ച്. ശക്തനായ പ്രവാചകനായിരുന്നുവെന്നും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത പ്രവാചകനാകുന്നുവെന്നും അപ്പോൾ തന്നെ നയമാൻ്റെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഏലിശ നിങ്ങൾക്കെല്ലാം വളരെ പരിചയമാണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലും ഏലിശയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരുവാൻ ഇടയായി. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് പ്രവാചകനാകുന്ന ഏലിശ എന്നുള്ളൊരു ഭാഗത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ ആരാണ്? ആരാ കുഞ്ഞുങ്ങളെ പ്രവാചകൻ? ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ദൈവത്തിന് പകരമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുവാൻ, അപ്പോൾ തന്നെ ജീവിതത്തിലെ കുറവുകളോ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ മനുഷ്യരോട് വെളിപ്പെടുത്തി തരുവാൻ, ദൈവത്തിൻ്റെ നാവായി നിന്നുകൊണ്ടൊക്കെ സംസാരിക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക അഭിഷേകം ചെയ്ത് ദൈവം അയച്ചിരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ എന്ന് പറയുവാനായിട്ട് ഇടയായിരുന്നു. അതാണ് പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രവാചകൻ്റെ ദൗത്യം എന്താണെന്നുള്ളത്. അതാണ് പ്രാരംഭ ഭാഗത്തുള്ളത്. ഈ പാഠപുസ്തകത്തിലെ പ്രധാന ഒരു ഭാഗമുണ്ട്. ഇസ്രയേൽ രാജ്യം വിഭജിക്കപ്പെടുന്ന ഒരു ഭാഗം നിങ്ങളുടെ പ്രാരംഭ ഭാഗത്ത് ഈ പാഠപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ രാജ്യം വിഭാഗിക്കപ്പെടുന്നു. ശൗല്, ദാവീദ്,
ശലോമോൻ. ഇവരായിരുന്നു ആദ്യ 3 രാജാക്കന്മാർ. എന്നാൽ ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷമായിട്ട് ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതായത് 2 ഗോത്രങ്ങൾ തെക്കേ രാജ്യമെന്ന്, അത് യഹൂദ എന്ന പേരിലും 10 ഗോത്രങ്ങൾ വടക്കേ രാജ്യം ഇസ്രായേൽ എന്ന പേരിലും വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിലും അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സാർ ഒരു ഇമേജ് അത് കാണിക്കാം. ആ രാജ്യങ്ങളുടെ ഭൂപടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ ഭൂപടത്തിൽ കാണുന്നുണ്ടല്ലോ, പ്രധാനമായിട്ട് രെഹബയാമിൻ്റെ കാലഘട്ടത്തിൽ രാജ്യം എന്തായി? 2ആയിട്ട് വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അഹിയ പ്രവാചകൻ അരുളി ചെയ്യുന്നു, ശലോമോന്റെ ശേഷം തൻ്റെ ദാസനായ രെഹബയാം രാജാവാകുമെന്ന് അരുളി ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ ആരാണ് അരുളി ചെയ്തത് ശലോമോന്റെ ശേഷം രാജ്യം വിഭാഗിക്കപ്പെടുമെന്ന്? അഹിയ പ്രവാചകനാണ് അരുളി ചെയ്തത്. ശലോമോന്റെ ശേഷമായിട്ട് രാജ്യം വിഭാഗിക്കപ്പെടുമെന്ന് മാത്രമല്ല, തൻ്റെ ദാസനായിരിക്കുന്ന യൊരേബയാം രാജാവാകുമെന്നും അരുളി ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ 2 ഭാഗമായിട്ട് വിഭാഗിക്കപ്പെട്ടതിൽ അവിടെ ശലോമോൻ്റെ മകനാകുന്ന രെഹബയാം, അപ്പോൾ തന്നെ ശലോമോൻ്റെ ദാസനാകുന്ന യൊരേബയാം, ഈ 2 പേരാണ് പ്രധാനമായിട്ട് തുടർന്ന് ഭരണങ്ങൾ നിർവഹിപ്പാനിടയായി തീർന്നത്. യഹൂദ രാജ്യത്തിൽ രെഹബയാമും അതിനുശേഷമായിട്ട് 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ രാജ്യം വടക്കേ രാജ്യത്തിൽ യൊരേബയാമും ഭരണം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ചാർട്ടുകളുമൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ശൗല്, ദാവീദ്, ശലോമോൻ എന്നുള്ള ആ ഭാഗത്ത് അതേ തുടർന്ന് അവിടെ ഒരു ചാർട്ട് സഹിതം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് രാജ്യം വിഭാഗിക്കപ്പെട്ടതെന്നറിയാമോ? ശലോമോൻ സത്യദൈവത്തെ വിട്ട് സീദോന്യ ദേവിയാകുന്ന അസ്തരോത്തിനെയും മോവാബ്യ ദേവനാകുന്ന കോമോഷിനെയും അമോന്യ ദേവനായ മിൽക്കോമിനെയും സേവിച്ചതിനാലാണ് രാജ്യം ഇങ്ങനെ വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യഹൂദ ഇസ്രായേൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ കാലത്ത് ശുശ്രൂഷിച്ച പ്രധാന പ്രവാചകന്മാരെ കുറിച്ച് അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദയിൽ പ്രവചിച്ചവര് യോവേല്, യെശയ്യാവ്, മീഖ, ഒബദ്യാവ്, നഹൂം, യെരമ്യാവ്, ഹബക്കുക്ക്, സെഫന്യാവ് എന്നിവരാണെന്ന് കാണുന്നുണ്ട്. ഇസ്രായേലിൽ പ്രവചിച്ചവര് ഏലിയാവ്, ഏലിശ, യോന, ആമോസ്, ഹോശയ. തുടർന്ന് രാജ്യം നശിച്ചതായിട്ടും കാണുന്നു. അപ്പോൾ തന്നെ പ്രവാസകാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ബാബേലിലേക്ക് അടിമകളായിട്ട് പോയ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയ ഒരു കാലഘട്ടം ഇസ്രായേലിനുണ്ടായി. അതാണ് പ്രവാസകാലം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ദാനിയേല്, എഗസ്കിയേൽ എന്ന് കാണുന്നു. പ്രവാസത്തിൽ നിന്ന് തിരികെ വന്നതിന് ശേഷമുള്ള പ്രവാചകന്മാര് സെക്കരിയാവ്, ഹഗ്ഗായി, മലാക്കി എന്നും കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ ചിത്രത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അഭിവക്ത ഇസ്രായേൽ രാജ്യത്ത് ശൗൽ, ദാവീദ്, ശലോമോൻ അവരാദ്യം രാജാവായിരുന്നു. അതിനുശേഷമായിട്ട് ശലോമോന്റെ കാലത്തിന് ശേഷം രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെട്ട് രെഹബയാമും യൊരേബയാമും ഭരണം നടത്തുന്നു. അതേ തുടർന്ന് വിവിധ രാജാക്കന്മാര് ഭരണം നടത്തുവാനായിട്ടും ഇടയായിത്തീരുന്നു. ആ ഭാഗം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ ഒരു ചാർട്ടുമൊക്കെ നിങ്ങൾക്ക് വരച്ച് നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും ഇടയായിത്തീരും. അടുത്ത ഒരു പ്രധാന ഭാഗം, ഈ പാഠത്തിലെ അടുത്ത പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. എലീശയുള്ള ബന്ധത്തിലല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏലീശയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏലീശയുടെ തെരഞ്ഞെടുപ്പ്. ഏലീശ എവിടെയാണ് ജനിച്ചതെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? കൊച്ചു ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഏലീശയുടെ പിതാവിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഏലീശയുടെ പിതാവിൻ്റെ പേര് ഷാഫാത്ത് എന്നാണ്. ഷാഫാത്തിൻ്റെ മകനായിട്ട് ഏലീശ ജനിച്ചു. ഏലീശ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? ഏലീശ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രക്ഷയാകുന്നു. ദൈവം എൻ്റെ രക്ഷയാകുന്നു എന്നുള്ളതാണ് ഏലീശ എന്ന വാക്കിൻ്റെ അർത്ഥം. ഏലീശയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് യോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള
ആബേൽ മൊഹോല. ആ പദം നിങ്ങൾ മറക്കരുത്. ആബേൽ മൊഹോല എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ആബേൽ മൊഹോല എന്നുള്ളതിന് ഒരു പ്രത്യേക അർത്ഥവുമുണ്ട്. നൃത്തം വയ്ക്കുന്ന പുൽത്തകിടി എന്നുള്ളതാണ് ആബേൽ മൊഹോല എന്നുള്ള പദത്തിൻ്റെ പ്രത്യേക അർത്ഥം. എന്താ കുഞ്ഞുങ്ങൾ? നൃത്തം വയ്ക്കുന്ന പുൽത്തകിടി. ആ ഭാഗം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ആബേൽ മൊഹോല എന്നുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നൃത്തം വയ്ക്കുന്ന പുൽത്തകിടി എന്ന അർത്ഥം വരുന്ന ആ സ്ഥലത്ത് ജനിച്ച് സാഫാത്തിൻ്റെ മകനായിട്ട് ജനിച്ച ഈ എലീശ തൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് തൻ്റെ കൃഷിയൊക്കെ ആയിരുന്നു. കൃഷികളുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ താനെ 12 ഏർ അല്ലെങ്കിൽ 12 ജോഡി, അപ്പോൾ 12 ജോഡി കാളകളുമായിട്ട് ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്തെ 12ാമത്തേതുമായിട്ട് എലീശ ആയിരിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഏലിയാവ് വന്ന് കണ്ടുമുട്ടുന്നതും ഏലിയാവിൻ്റെ പുതപ്പ് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമായിട്ട് ഏലിയാവിൻ്റെ പുതപ്പ് എന്ത് ചെയ്തു? എലീശയുടെ മേല് ഇടുവാനായിട്ടും ഇടയായിത്തീർന്നു. നിങ്ങൾ ആ ഇമേജിലും അത് കണ്ടല്ലോ. കാളയെ പൂട്ടുന്നതും അവിടെ വയലിലായിരിക്കുന്ന ആ ചിത്രം ശ്രദ്ധിച്ചേ. ഓക്കെ. അങ്ങനെ എലീശയുടെ മേലെ അഭിഷേകം ഉണ്ടാകുവാനായിട്ടും ദൈവിക നിയോഗം വരുവാൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നു. അതിനുശേഷമായിട്ട് എലീശ വീട്ടിൽ ചെന്ന് ഒരു വിരുന്ന് കഴിച്ചു. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായി എന്ത് ചെയ്യുന്നറിയാമോ കുഞ്ഞുങ്ങളെ? പിന്നെ എലീശയുടെ ജീവിതം ഏലിയാവെന്ന പ്രവാചകന്റെ പിന്നാലെ തൻ്റെ ശിഷ്യനായി തൻ്റെ പിന്നാലെ പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതാണ് എലീശയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഭാഗവുമായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അടുത്തൊരു ഭാഗം ഗുരുവിനെ വിട്ടുപിരിയാത്ത എലീശ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഗുരുവിനെ വിട്ടുപിരിയാത്ത എലീശ. എന്താ കുഞ്ഞുങ്ങളെ ഗുരുവിനെ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ? ഗുരുവിൻ്റെ പിന്നാലെ നടക്കുന്നു. അതായത് ഏലിയാവാണ് എലീശയുടെ ഗുരു. ഗുരുവിൻ്റെ പിന്നാലെ നടക്കുന്നു. ഗിൽഗാല്, ബഥേല്, യെരിഹോ, യോർദാൻ, ഇങ്ങനെ ആ പ്രദേശങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഗിൽഗാല്, ബഥേല്, യെരിഹോ, യോർദാൻ ഈ പ്രദേശങ്ങളിൽ എങ്ങനെ ഏലിയാവ് ഇവിടെ കടന്നു പോകുന്നു. ഏലിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുവാനിടയാകുന്നു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ പോകുന്നതെന്നറിയാമോ? പെട്ടെന്ന് ഒരു ആളുകളുടെ ഇടയിൽ ഒരു ചിന്താഗതി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അറിവ് പോലെ മനസ്സിലാക്കുവാനിടയായി. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് പോകുന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എലീശ വിട്ടുപിരിയാതെ. അപ്പോൾ എന്തുകൊണ്ടാ വിട്ടുപിരിയാതെ കുഞ്ഞുങ്ങളെ എലീശ ഇങ്ങനെ ഏലിയാവിൻ്റെ പിന്നാലെ നടന്നതെന്നറിയാമോ? എന്തുകൊണ്ടാ? ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ പിന്നാലെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീർന്നതും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചു എന്നുള്ള ഭാഗവുമാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. കുഞ്ഞുങ്ങളെ, ദൈവിക നിയോഗം എലീശയുടെ മേൽ വന്നു. ഏലിയാവിനെ അനുഗമിച്ചു കൊണ്ടുപോകുമ്പോൾ വിട്ടുപിരിയുന്നതിന് മുൻപ് ഏലിയാവിൻ്റെ ഒരു ചോദ്യം, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ എലീശയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളായിരുന്നതിൽ എന്ത് ചോദിച്ചേനെ? ദാനങ്ങളോ അല്ലെങ്കിൽ വലിയ നന്മകളോ അല്ലെ സമ്പത്തോ ഒക്കെ ചോദിച്ചേനെ. പക്ഷേ എലീശ എന്താ ചോദിച്ചെന്നറിയാമോ? എലീശ ചോദിച്ച കുഞ്ഞുങ്ങളെ, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ എലീശയുമായിട്ട് യോർദാൻ നദി കടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏലിയാവും എലീശയും കൂടി യോർദാൻ നദി കടന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാനൊരു ആനിമേഷൻ വീഡിയോ, അതിൻ്റെ ഒരു ചിത്രീകരണം നിങ്ങളെ കാണിക്കാം. അവർ യോർദാൻ കടന്ന് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുന്നതും ആ ഒരു ചിത്രീകരണം ഒന്ന് ശ്രദ്ധിച്ചേ.
കൂട്ടുകാർ ശ്രദ്ധിച്ചോ? പുതപ്പ് ഏലിശയുടെ മേൽ വീഴുന്നതും പുതിയ നിയോഗം പ്രാപിക്കുന്നതിനും ഒക്കെ ഇടയായിത്തീരുന്നു. അങ്ങനെ ഏലിശായുടെ ശ്രുതി എല്ലായിടത്തും വ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ തന്നെ ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീഴുന്നതിനും ദൈവികമാകുന്ന നിയോഗങ്ങൾ, ദൈവികമാകുന്ന അഭിഷേകത്താലെ താനെ നിറയുവാനും പിന്നത്തേതിൽ താനെ എല്ലായിടത്തും അറിയപ്പെടുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് ഒരു അത്ഭുത മനുഷ്യനായിട്ട് മാറുകയായിരുന്നു. ആ ഭാഗവും അത്രയാണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കുവാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഏലിയാവ് ഏലിശ ഒരു താരതമ്യ പഠനമെന്നുള്ള ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഏലിശ ഭൂമിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഏലിയാവ് എങ്ങനെയായിരുന്നു, ഏലിശ എങ്ങനെയായിരുന്നു? അതാണ് ഏലിയാവും ഏലിശയും തമ്മിലുള്ള താരതമ്യ പഠനം എന്നുള്ള ഭാഗത്തൂടെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. വളരെ സാമ്യങ്ങൾ ഇവർ നമ്മളിലുണ്ട്. നിങ്ങൾ ആ പേര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ്? രണ്ടുപേരുടെയും പേര് തന്നെ ഏതാണ്ട് ഒരുപോലെ സാമ്യമായിട്ടാണ് വരുന്നത്, ഇല്ലേ? ഏലിയാവ്, ഏലിശ. അപ്പം പേരുകൊണ്ട് പോലും സാമ്യമാണ് രണ്ടുപേരും. അപ്പോൾ തന്നെ രണ്ടുപേർക്കും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. രണ്ടുപേരും യഹോവ ഭക്തരായിരുന്നു. എന്താ കുഞ്ഞുങ്ങളെ? രണ്ടുപേരും യഹോവ ഭക്തരായിരുന്നു. ഒരു വലിയ പ്രത്യേകത ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. കുഞ്ഞുങ്ങളത് മറന്നു പോകരുത്. അത് ഏലിയാവ് ഒടുവിൽ ചെയ്ത അത്ഭുതം എന്താണെന്നറിയാമോ? യോർദാൻ നദിയെ വിഭാഗിച്ചുകൊണ്ടാണ് അക്കരെ കടന്നതും താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ചെയ്ത അത്ഭുതം അതാണ്. എന്നാൽ ഏലിശ ആദ്യം ചെയ്ത അത്ഭുതം എന്താണെന്നറിയാമോ? അതും യോർദാനെ വിഭാഗിക്കുന്നതാണ്. പുതപ്പെടുത്ത് വെള്ളത്തിൻ്റെ മേലടിച്ച് യോർദാനെ വിഭാഗിക്കുന്നതാണ്. അപ്പോൾ ആ അത്ഭുതങ്ങളുടെ പ്രത്യേകത കണ്ടോ? ഏലിയാവ് ഒടുവിലായി ചെയ്ത അത്ഭുതം ഏലിശ ആദ്യം ചെയ്യുവാനിടയായി തീർന്നു. വളരെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്താ? ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് അല്ലെങ്കിൽ ഇരട്ടി അഭിഷേകം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഏലിയാവ് ഒടുവിൽ ചെയ്ത അത്ഭുതം ഏലിശ ആദ്യം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അടുത്തത് വരൾച്ചകൾ അല്ലെങ്കിൽ ക്ഷാമങ്ങൾ, കൃഷിയെല്ലാം നശിച്ച സമയങ്ങൾ ഉണ്ടായപ്പോൾ രണ്ടുപേരും ചെയ്തതെന്താണെന്നറിയാം? രണ്ടുപേരും അവിടെ വെള്ളം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. അതും രണ്ടുപേരും തമ്മിലുള്ള സാമ്യമാണ്. അതുപോലെ തന്നെ വിധവകളോടുള്ള ബന്ധത്തിൽ രണ്ടുപേരും, ഏലിയാവ് സാരാഭാത്തിലെ വിധവയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഏലിശ ഭർത്താവ് മരിച്ചുപോയി മകനെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നപ്പോൾ അവിടെ ആ വിധവയുടെ ഭവനത്തിൽ ഒരത്ഭുതം ചെയ്യുവാനായിട്ടും ഇടയായി തീർന്നു. അപ്പോൾ രണ്ടുപേരും വിധവകളുടെ ഞെരുക്കം മാറ്റി, കടങ്ങളെ മാറ്റിയതായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശപ്പുകളെ മാറ്റിയതായിട്ട് കാണുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ മരിച്ച വ്യക്തിയെ, മരിച്ച കുഞ്ഞിനെ രണ്ടുപേര്, അല്ലേ, ഏകജാതൻ അല്ലെങ്കിൽ വീട്ടിൽ ഒരു മകൻ മാത്രമുള്ള കുഞ്ഞുങ്ങളെ ഏലിയാവും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഏലിശയും അപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഇവരുടെ സാമ്യം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും അത്ഭുതങ്ങളൊക്കെ ഒത്തിരി ചെയ്തെങ്കിൽ ഇസ്രയേലിന് പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ ഇവരുടെ മറ്റൊരു സാമ്യം എന്ന് പറയുന്നത്
രാജാക്കന്മാരോടൊക്കെ ഇവർ ന്യായവിധിയുടെ ദൂതുകളെ രണ്ടുപേരും പറഞ്ഞു. എലീശായും പറഞ്ഞു, ഏലിയാവും അപ്പോൾ തന്നെ രണ്ടുപേരോടും ന്യായവിധിയുടെ ദൂതുകളെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവിശ്വാസികളോടും അപ്പോൾ തന്നെ അവരുടെ പ്രവൃത്തികൾക്ക്, രാജാക്കന്മാരോട് മാത്രമല്ല അവിശ്വാസികളായവരോടും അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി വരുമെന്ന്, അല്ലെങ്കിൽ ന്യായവിധി കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ ഇവരെ രണ്ടുപേരെയും നമ്മളെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. കൂട്ടുകാരെ, ഒരു ഭാഗം കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ചില വ്യത്യാസങ്ങൾ ഏലിയാവും ഏലീശയും തമ്മിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ചില സാമ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് വളരെ രസകരമായിരുന്നല്ലോ. അടുത്തത് ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗമൊന്ന് ഓർപ്പിക്കാം. ഒത്തിരി സാമ്യങ്ങൾ ഉണ്ടെങ്കിലും ചില പ്രത്യേക വ്യത്യാസങ്ങൾ ഇവരുടെ സ്വഭാവങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് എപ്പോഴും ഏകാന്തതയാണ് ആഗ്രഹിച്ചിരുന്നത്. അതായത് ഒറ്റയ്ക്ക് താമസിക്കുവാൻ, ഒളിച്ചിരിക്കുവാൻ, പാർക്കുവാനൊക്കെയാണ്. അങ്ങനെയാണ് ദൈവം ഏലിയാവിനെ പലപ്പോഴും ആക്കിയിരുന്നതും. അപ്പോൾ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ ഏലിയാവായിരുന്നെങ്കിൽ, പക്ഷേ ഏലീശ അങ്ങനല്ല. ഏലീശയിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും പരസ്യ ശുശ്രൂഷ, അതായത് പൊതു ഇടങ്ങളിലായിരുന്നു പൊതുവിൽ ആലോചനകൾ പറയുവാനും എപ്പോഴും ആളുകളുടെ മുൻപിൽ വന്നായിരുന്നു താന് ശുശ്രൂഷകൾ ചെയ്തതിന്. അതുപോലെ തന്നെ അനാഥരോട്, വിധവമാരോട് വളരെ സ്നേഹം പുലർത്തിയിരുന്നതായിട്ടും നമുക്ക് കാണുവാൻ, അത് ഏലീശയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഭക്തിക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏലീശയുടെ താല്പര്യം എന്നുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏലീശയ്ക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വെള്ളം പഥ്യമാക്കിയ സംഭവങ്ങളുണ്ട്, വിധവയുടെ കടം മാറ്റിയ അനുഭവങ്ങളുണ്ട്, ക്ഷാമം മാറ്റിയ അനുഭവങ്ങൾ, അതുപോലെ ദേശത്ത് ക്ഷാമമായിരുന്നപ്പോൾ അവിടെ പായസം വെച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ, കോടാലി നഷ്ടപ്പെട്ട ഒരു സംഭവം വെള്ളത്തിൽ പോയ സമയത്ത് അത് മടക്കി എടുക്കുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെ ക്ഷാമം ബാധിച്ചിരുന്നപ്പോൾ ക്ഷാമങ്ങൾ മാറ്റുവാനായിട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതും ഏലീശയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഏലിയാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ പരാതി പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഏകനായി ശേഷിച്ചിരിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ദൈവത്തോട് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പരാതി പറഞ്ഞൊരു സ്വഭാവം ഏലിയാവിൽ നമുക്ക് കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, പക്ഷേ ഏലീശയുടെ സ്വഭാവം എന്തായിരുന്നറിയോ? ഒരു പരാതിയും പറയുവാനായിട്ട് ഇടയായി തീർന്നില്ല. തൻ്റെ ജീവിതം എപ്പോഴും സന്തോഷകരവും ദൈവത്തോട് പിറുപിറുപ്പില്ലാതോ പരാതിയില്ലാതോ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഏലിയാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ശത്രുവിനെ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ശത്രുവിനെ ഭയപ്പെട്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം ഏലിയാവിൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ കുഞ്ഞുങ്ങളെ, ഏലീശ എന്താണെന്നറിയോ? താൻ ഭയപ്പെടാതിരുന്നു, ദൂതുകൾ പറഞ്ഞു, ശക്തമായ പ്രവചന ശുശ്രൂഷ ചെയ്തു. അപ്പോൾ തന്നെ മരണക്കിടക്കയിലും താൻ എന്ത് ചെയ്യുന്നറിയാമോ? താന് ദൈവിക ആലോചനകളെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ മരണത്തിന് ശേഷം പോലും അത്ഭുതം നടക്കുവാൻ, തൻ്റെ കല്ലറയിലൂടെ പോലും നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ശത്രുവിനെ ഭയപ്പെടുന്ന സ്വഭാവം ഏലിയാവിന് ഉണ്ടായിരുന്നു, പരാതി പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഏകാന്തത ആഗ്രഹിച്ചെങ്കിൽ. പക്ഷേ ഏലീശ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. വളരെ ദൈവിക ദൂതറിയിക്കുന്ന കാര്യത്തിൽ ശക്തനായിട്ട് ഏലിയാവിനേക്കാൾ ഇരട്ടി അത്ഭുതങ്ങളെ ചെയ്ത് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കുവാനായിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ, എന്താ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിച്ച? നല്ല ഒരു പ്രവാചകനാകുന്ന, ശക്തനായ പ്രവാചകനാകുന്ന ഏലീശയെക്കുറിച്ച് കേൾപ്പാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വലിയ അത്ഭുതങ്ങളുടെ മനുഷ്യനായി ദൈവിക ദൂതുകളെ അറിയിച്ച് വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്താൽ ഉപയോഗിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ വിശ്വസ്തയോടെ നിന്നു കഴിഞ്ഞാൽ ഏലീശ ചെയ്തതുപോലെ ശക്തിയോടെ അരുളപ്പാടുകൾ അറിയിപ്പാനും അപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാനൊക്കെ ദൈവം നിങ്ങളെ
ഉപയോഗിക്കും. അതുകൊണ്ട് വിശ്വസ്ത പ്രവാചകനായിട്ട്, ഈ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രവാചകനാകുന്ന എലീശ എന്ന് പറഞ്ഞതുപോലെ വിശ്വസ്ത പ്രവാചകനായിട്ട് നിങ്ങൾ നിൽക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ അർപ്പിക്കുന്നു. ഞാനൊരു ചെറിയ അസൈൻമെൻറ്റും ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരികയാണ്. എലീശയുടെ ജീവിതത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതുണ്ട്. അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ആ ഭാഗം ശ്രദ്ധിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, 4-ാം അധ്യായം, അതുപോലെ 5, 6, 8 അധ്യായത്തിലെ ചില വചനങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ഇത്രയും ചെയ്യണം. എലീശയുടെ ജീവിതത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കത് പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സംഭവങ്ങൾ, ആ സംഭവങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാനായിട്ടും പ്രത്യേകാൽ അർപ്പിക്കുന്നു. നിങ്ങളുടെ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ 11 ചോദ്യങ്ങൾ ഞാൻ എല്ലാം അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ ആ ചോദ്യങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചർക്കും അയച്ചു കൊടുക്കുവാനായിട്ടും വിശേഷാലെ അർപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20:21 മനപ്പാടവും ആ മനപ്പാടവും നിങ്ങളുടെ അധ്യാപകരെ പറഞ്ഞു കേൾപ്പിക്കാൻ ഇടയാകട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് നന്ദി പറയുന്നു. എലീശ പ്രവാചകനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളാക്കി, വിശ്വസ്ത പ്രവാചകരാക്കി ഈ കുഞ്ഞുങ്ങളെ തീർക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ, ആമേൻ. ബായ് കൂട്ടുകാരെയും എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബായ്.